ഹലോ ഫ്രണ്ട്സ്, വുമൺ സിവിൽ എക്സൈസ് ഓഫീസറുടെ പ്രൊഫഷണൽ ആൻസർ കീ വന്നിട്ടുണ്ട്. നമുക്ക് ആൻസർ കീ നോക്കാം. ബോസ്റ്റൺ ടീ പാർട്ടി ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ബി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിക്കപ്പെടുന്ന ചക്രവർത്തി ആര്? ഓപ്ഷൻ സി, നെപ്പോളിയൻ. ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? ആൻസർ ബി ആണ്. 2 and 3 ആണ് തെറ്റ്. ശരിയായത്, ലാഹോർ സമ്മേളനം കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജാണെന്ന് പ്രഖ്യാപിച്ചു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഒരു സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിക്കാൻ തീരുമാനിച്ചു. തെറ്റായ പ്രസ്താവനകൾ: 1927 ലാഹോർ സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അധ്യക്ഷത വഹിച്ചു. ലാഹോർ സമ്മേളനം നടന്നത് 1929 1932 ജനുവരി 26 ഇന്ത്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു. അതും തെറ്റാണ്. 1930 ജനുവരി 26 ഇന്ത്യ സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിക്കാൻ തീരുമാനിച്ചത്. 4th ക്വസ്റ്റ്യൻ. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയെ ശരിയായ രീതിയിൽ ക്രമീകരിക്കുക. 4ന്റെ ഉത്തരം ഡി ആണ്. ബഹദൂർ ഷാ സെക്കൻഡ് ഡൽഹിയിൽ സമരം നയിച്ചു. ഷാമൽ ബറൌട്ട് പർഗാനയിൽ സമരം നയിച്ചു. മൗലവി അഹമ്മദുള്ള ഫൈസാബാദിൽ സമരം നയിച്ചു. ബിഗ്രം ഹസ്രത് മഹൽ ലക്നൌവിൽ സമരം നയിച്ചു. തിരുവിതാംകൂറിൽ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിപ്പിച്ച വർഷമേത്? ഉത്തരം ബി ആണ്, 1865. കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര്? ഉത്തരം സി, സജി ചെറിയാൻ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. എ, ഉപ്പു തടാകങ്ങൾ സാധാരണയായി കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. ബി, മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതലായിരിക്കും. ആൻസർ എന്ന് പറയുന്നത് എ ആണ്. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. അതായത് ഉപ്പു തടാകം സാധാരണയായി കാണപ്പെടുന്ന മരുഭൂമിയിലാണ്. കാരണം എന്തെന്നാൽ മരുഭൂമിയിൽ വർഷണത്തേക്കാൾ കൂടുതൽ ബാഷ്പീകരണമായിരിക്കും. 8ാമത്തെ ക്വസ്റ്റ്യൻ. ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം? 8ാമത്തേൻ്റെ ഉത്തരം എ ആണ്, ഇരുമ്പും നിക്കലും. അതുകൊണ്ട് അകക്കാമ്പിന് എന്തു പറയും? നിഫെ, നിക്കൽ, അയേൺ. 9. താഴെ കൊടുത്തിരിക്കുന്നതിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? 9ന്റെ ഉത്തരം ബി ആണ്. ഓൺലി 2 and 3 ആണ് ഉത്തരം. അപ്പോൾ 2ഉം 3ഉം ശരിയല്ല. 1ഉം 4ഉം ശരിയാണ്. ലാബ്രഡോർ അറ്റ്ലാന്റിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. ഒയാഷിയോ പസഫിക് സമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. 10ാമത്തെ. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏത്? ഉത്തരം സി ആണ്, ഇടുക്കി. 11. ചേരും പടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്നും കണ്ടെത്തുക. 11ന്റെ ഉത്തരം ബി ആണ്. ദാമോദർ നദി അസമിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ഗോദാവരി ദക്ഷിണ ഗംഗ എന്നറിയപ്പെടുന്നു. കൊയ്ന നദി മഹാരാഷ്ട്രയുടെ ജീവനാഡി. ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ ചുവന്ന നദി. 12ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ ഏതു ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത്? ഉത്തരം ലിഗ്നൈറ്റ് ആണ്. ഓപ്ഷൻ ഡി, ലിഗ്നൈറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയിൽ RBIയുമായി ബന്ധമില്ലാത്തത് ഏത്? ഡി ആണ് ഉത്തരം. പാവപ്പെട്ടവൻ്റെ ബാങ്ക് എന്നത് ബന്ധമില്ല. ബാക്കി വിദേശ നാണയത്തിൻ്റെ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെടുന്നത് RBI, ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്ന RBI, സർക്കാരിൻ്റെ ബാങ്ക് എന്നറിയപ്പെടുന്നത് RBI. 14. കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം? സി ആണ് ഉത്തരം, നബാർഡ്. 15. സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ? 15ന്റെ ഉത്തരം ബി ആണ്, ദാദാഭായ് നവറോജി. 16. താഴെ പറയുന്നവയിൽ നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ലാത്തത്? 16ന്റെ ഉത്തരം എ ആണ്.
ജൈവകൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക എന്നത് നീതി ആയോഗിൻ്റെ ലക്ഷ്യമല്ല. നീതി ആയോഗിൻ്റെ ലക്ഷ്യങ്ങളാണ് വ്യവസായ മേഖലയിൽ സർക്കാർ പങ്കാളിത്തം കുറയ്ക്കുക, മധ്യവർഗത്തെ ഉപയോഗിച്ച് സുസ്ഥിര സാമ്പത്തിക വളർച്ച നേടുക, പ്രവാസി ഇന്ത്യക്കാരുടെ സേവനം സാമ്പത്തിക സാങ്കേതിക വളർച്ചയ്ക്ക് ഉപയോഗിക്കുക. 17. ഹോട്ടൽ, ബാങ്കിംഗ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏതു മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ ആണ് തൃതീയ മേഖല. ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്? ഹിൽട്ടൺ യങ് RBI രൂപീകരണവുമായി ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? 19 സി ആണ്, ആമുഖമാണ്. കാരണം ആമുഖത്തിലാണ് 1949 നവംബർ 26 എന്ന് പറയുന്ന ഡേറ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയിൽ രേഖപ്പെടുത്തിയ ഒരേ ഒരു ഡേറ്റാണ് 1949 നവംബർ 26. 20. താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത്? ഉത്തരം ബി ആണ്, കൂട്ടത്തിൽ പെടുന്നില്ല. സൈനികമോ വിദ്യാസംബന്ധമായോ ആയ പ്രാഗൽഭ്യത്തിനല്ലാതെ യാതൊരു സ്ഥാനപ്പേരും രാഷ്ട്രം നൽകുവാൻ പാടില്ല എന്ന് പറയുന്ന ആർട്ടിക്കിൾ 18. തൊട്ടുകൂടായ്മ നിർത്തലാക്കുകയും അതിൻ്റെ ഏതു രൂപത്തിലുള്ള ആചരണം പിൻവലിക്കുകയും ചെയ്തിരിക്കുന്ന വകുപ്പ് 17. മനുഷ്യ കച്ചവടത്തിൻ്റെയും നിർബന്ധിച്ച് പണി ചെയ്യലിൻ്റെയും നിരോധനം പറയുന്ന വകുപ്പ് 23. 21. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതികൾ. 21ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. 21ൻ്റെ ഉത്തരം. 42ാം ഭേദഗതി ബി കോളത്തിൽ ചെറിയ ഭരണഘടന അല്ലെ മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്ന 42ാം ഭേദഗതിയാണ്. അതുപോലെ 42ാം ഭേദഗതി പ്രകാരമാണ് എന്ത് സി കോളത്തിലെ മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അപ്പോൾ ഒന്നാമത് 42ാം ഭേദഗതി ചെറിയ ഭരണഘടന മൗലിക കടമ. 44ാം ഭേദഗതി വകുപ്പ് 300A, അതായത് സ്വത്താവകാശം നിയമാവകാശമാക്കിയ ആർട്ടിക്കിളാണ് വകുപ്പ് 300A. പിന്നെ 44ാം ഭേദഗതി 1978 നടന്നത്. ഇനി 73ാം ഭേദഗതി. 73ാം ഭേദഗതി പ്രകാരമാണ് 11ാം പട്ടിക കൂട്ടിച്ചേർത്തത്. പിന്നെ പഞ്ചായത്ത് രാജ്, ത്രിതല പഞ്ചായത്ത് എന്ന സംവിധാനം വരാൻ കാരണമായതും 73ാം ഭേദഗതിയാണ്. ഇനി 86ാം ഭേദഗതി. 86ാം ഭേദഗതി പ്രകാരം വിദ്യാഭ്യാസം മൗലികാവകാശമായ വകുപ്പ് 21A, അത് വിദ്യാഭ്യാസ മൗലികാവകാശം. 22ാമത്തെ ക്വസ്റ്റ്യൻ. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? 22ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ബി ആണ്. 1, 2, 3, 4, 5, 6. 22. അപ്പോൾ വിദ്യാഭ്യാസം, വനം, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹവും വിവാഹമോചനവും, ദത്തെടുക്കലും പിന്തുടർച്ചയും, ഇത്രയും വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടവയാണ്. 23ാം ക്വസ്റ്റ്യൻ. രാജ്യസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 23ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. രാജ്യസഭയ്ക്ക് കാലാവധിയില്ല. രാജ്യസഭാംഗങ്ങളുടെ കാലാവധിയാണ് 6 വർഷം. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് FPTP ഫസ്റ്റ് പാസ്റ്റ് ദ പോസ്റ്റ് സമ്പ്രദായത്തിലൂടെയാണ്. തെറ്റാണ്. രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന രീതി എന്ന് പറയുന്നത് ഒരു ഇൻഡയറക്റ്റ് മെത്തേഡാണ്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ട് സമ്പ്രദായത്തിലൂടെയാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 3. രാജ്യസഭാംഗമാകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയാകണം. തെറ്റാണ്. രാജ്യസഭാംഗത്തിന് 30 വയസ്സാണ് പൂർത്തിയാവേണ്ടത്. രാജ്യസഭയുടെ മറ്റൊരു പേര് ഹൗസ് ഓഫ് പീപ്പിൾ അല്ല. രാജ്യസഭയുടെ മറ്റൊരു പേര് ഹൗസ് ഓഫ് സ്റ്റേറ്റ് ആണ്. ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്നത് ലോക്സഭയാണ്. ഇനി 24ാമത്തെ ക്വസ്റ്റ്യൻ. 24ാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ എന്ന് പറയുന്നത് 4 ഓൺലി ആണ്. അതായത് രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ബാക്കി 3 രാഷ്ട്രപതിയുടെ വിവേചനാധികാരമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ
ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് പ്രധാനമന്ത്രിയെ തിരഞ്ഞെടുക്കാം. മന്ത്രിസഭ നൽകിയ ഉപദേശം പുനഃപരിശോധനയ്ക്ക് വേണ്ടി തിരിച്ചയക്കാം. രാഷ്ട്രപതിയുടെ പോക്കറ്റ് വീറ്റോ അധികാരം രാഷ്ട്രപതിയുടെ വിവേചനാധികാരമാണ്. 25ാമത്തെ ക്വസ്റ്റ്യൻ 25 ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി ഏത്? അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, 104ാം ഭേദഗതിയാണ്. ഇനി 26ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 26ന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇന്ത്യയിലെ നിയമസഭ, ലോകസഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കാൻ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകൾ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951-ലാണ്. ഇനി 27ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയെന്നാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. 1, 2 and 4 ശരിയാണ്. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ 280, കാലാവധി 5 വർഷമാണ്. പിന്നെ ഇന്ത്യൻ ധനകാര്യ കമ്മീഷൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ടോൾസ്റ്റോയ് മാർഗാണ്, ന്യൂഡൽഹി. ദെൻ ഡോക്ടർ അരവിന്ദ് പനഗരിയാണ് ഇപ്പോഴത്തെ ചെയർമാൻ. ക്വസ്റ്റ്യൻ 28, ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെ? 28ന്റെ ഉത്തരം ഡി ആണ്. 1, 2, 3 ഇവ എല്ലാം ശരിയാണ്. അതായത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. ഇനി 29ാമത്തെ ക്വസ്റ്റ്യൻ, കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷനിൽ എത്ര അംഗങ്ങളുണ്ട്? ഇതിൻ്റെ ഉത്തരം 15 അംഗങ്ങളാണ്. അതായത് കേരള സെക്യൂരിറ്റി സോഷ്യൽ മിഷനിലെ അംഗങ്ങളുടെ എണ്ണം 15. 30, താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായി കാണുന്നത്? 30ന്റെ ഉത്തരം ബി ആണ്, 60 വയസ്സ്. 31, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നതാര്? 31ന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. 32, ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? 32ന്റെ ഉത്തരം ഡി ആണ്, റാംഡിയോ മിശ്ര. അതായത് ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് റാംഡിയോ മിശ്ര. 33, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? 33ന്റെ ഉത്തരം സി ആണ്, 3 മാത്രമാണ് തെറ്റ്. UNEP സ്ഥാപിതമായ വർഷം 1972. പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് സ്ഥാപിതമായ വർഷം 1971. എന്നാൽ ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിതമായത് 1993-ലാണ്. പഴയ സോവിയറ്റ് ലീഡർ മിഖായിൽ ഗോർബച്ചാവാണ് ഇത് സ്ഥാപിച്ചത്. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണലിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത് ജനീവയാണ്. 34, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന ഏത്? 34ന്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്, 1, 2 and 3. അതായത് എല്ലാ സ്റ്റേറ്റ്മെൻറ്റും ശരിയാണ്. സാൽമോണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികളിൽ രോഗം കാഠിന്യമേറിയ സന്ദർഭത്തിൽ കുടലിൽ ദ്വാരം കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ഹീമോഫിലസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗങ്ങളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഇനി മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നു എന്ന് വെളിവാക്കുന്ന 6ാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം, ദ 6th എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? 35ന്റെ ഉത്തരം ബി ആണ്, എലിസബത്ത് കോൾബർട്ടിന്റെ ബുക്കാണ് ദ 6th എക്സ്റ്റിങ്ഷൻ ആൻഡ് അൺനാച്ചുറൽ ഹിസ്റ്ററി. 36, ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗൃഹവാതകം പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റാണ്? 36ന്റെ ഉത്തരം സി ആണ്, കാർബൺ ക്രെഡിറ്റ് ആണ് പെർമിറ്റ്, കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഹരിതഗൃഹ വാതകം പുറന്തള്ളാൻ. 37, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസിക ആരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യ പ്രവണത കുറയ്ക്കാനായി കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് ജീവനി. 36D. 38, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെ? ഉത്തരം ബി ആണ്, കുറയുന്നു. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതിനനുസരിച്ച് ഗുരുത്വാകർഷണം കുറയുന്നു. ഇനി 39,
ഒരു ഗോളീയ ദർപ്പണത്തിൽ വക്രതാ ദൂരം 15 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഫോക്കസ് ദൂരം എത്ര? 39ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് സി ആണ്. 0.075 മീറ്റർ ആണ്. വക്രതാ ദൂരം എന്ന് പറയുന്നത് റേഡിയസ് ആണ്. റേഡിയസ് 15 സെൻറ്റിമീറ്റർ ആണെങ്കിൽ റേഡിയസിൻ്റെ പകുതിയാണ് ഫോക്കസ് ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ എഫ് ഈസ് ഈക്വൽ ടു r/2 വിച്ച് ഈസ് ഈക്വൽ ടു 15/2 സെൻറ്റിമീറ്റർ ആണ്. അത് 7.5 സെൻറ്റിമീറ്റർ കിട്ടും. അതിനെ നമ്മൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.075 മീറ്റർ കിട്ടും. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏത്? 40ൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ബി ആണ്. മാലൂസ് നിയമം ബന്ധമില്ല. ബാക്കി നിയമമൊക്കെ എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമുണ്ട്. ഹൂക്ക് നിയമം, പാസ്കൽ നിയമം, ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമുണ്ട്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം ഉത്തരം 41 ബി ആണ്. ചന്ദ്രയാൻ 4 ആണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം. 41 ബി. പദാർത്ഥങ്ങളുടെ ദ്വൈത സ്വഭാവം ആദ്യമായി നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഓപ്ഷൻ സി ഡി ബോക്ലി. 43 CuNH3 6Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിൻ്റെ ഓക്സീകരണാവസ്ഥ ഓപ്ഷൻ ബി +3. 44 താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഓപ്ഷൻ സി CO2. ലൂയിസ് ബേസിന് എക്സാമ്പിൾ H2O, NH3, OH-. 2023 രസതന്ത്ര നോബൽ പ്രൈസ് ഏതിൻ്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടത്? ഓപ്ഷൻ ബി ക്വാണ്ടം ഡോട്ട്സ്. 46 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 2 ആണ്. ഇന്ത്യയിൽ ആദ്യ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ച തെന്മല കൊല്ലം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നതും കൊല്ലം ജില്ലയിലാണ്. 47 താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ഓപ്ഷൻ സി എല്ലാം ശരിയാണ്. ഭാരത സർക്കാരിൻ്റെ ജിയോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗിൽ ആദ്യമായി ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. JC ഡാനിയൽ അവാർഡ് ലഭിച്ച ആദ്യ വനിത ആറന്മുള പൊന്നമ്മ. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുള. 48 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബന്ധപ്പെട്ട വ്യക്തിയെ തിരിച്ചറിയുക. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകം രചിച്ചു. 1898 കോഴിക്കോട് ബ്രഹ്മസമാജത്തിൻ്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. ഓപ്ഷൻ സി അയ്യത്താൻ ഗോപാലൻ. 49 ICC ചാമ്പ്യൻസ് ട്രോഫി പുരുഷന്മാരുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന. ഓപ്ഷൻ ബി 2ഉം 3ഉം ആണ് തെറ്റ്. 1 2002, 2013, 2025 എന്നീ വർഷങ്ങളിൽ ഇന്ത്യ ജേതാക്കളായി. 4 ന്യൂസിലാൻഡ് കിരീടം നേടിയ വർഷം 2000 ആണ്. 50 താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായി കണ്ടെത്തുക. ഓപ്ഷൻ എ 1ഉം 3ഉം. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിത ക്രിസ്റ്റി കവൻട്രി. ഈ പദവിയിലെത്തുന്ന ആദ്യ ആഫ്രിക്കൻ വംശജയാണ്. 51 1+3+5 എക്സെട്ര n പദങ്ങൾ / 1+2+3 എക്സെട്ര n പദം = 12/7 ആയാൽ എന്നിൻ്റെ വില എത്ര? ഓപ്ഷൻ ബി 6. ഒരാൾ 1 ഡസൻ ബാഗ് 4920 രൂപയ്ക്കും വിറ്റപ്പോൾ 18% നഷ്ടമുണ്ടായി. 15% ലാഭം കിട്ടണമെങ്കിൽ അയാൾ ഓരോ ബാഗും എത്ര രൂപയ്ക്ക് വിൽക്കണം? ഓപ്ഷൻ എ 575 രൂപ. 10⁻x × 4 / 5⁻x = 2�8 ആയാൽ എക്സിൻ്റെ വില എത്ര? ഓപ്ഷൻ ഡി 6. രാജുവിന് ഒരു പരീക്ഷയ്ക്ക് 485 മാർക്ക് കിട്ടി. ഇത് ആകെ മാർക്കിൻ്റെ 91% ആയാൽ ആകെ മാർക്ക്? ഓപ്ഷൻ ബി 500. 55 സാമാന്തരികം ABCDയിൽ AB AD എന്നീ വശങ്ങളിലെ ലംബങ്ങൾ യഥാക്രമം 5ഉം 20 സെൻറ്റിമീറ്റർ. സാമാന്തരികത്തിൻ്റെ വിസ്തീർണം 160 സെൻറ്റിമീറ്ററുമായാൽ അതിൻ്റെ ചുറ്റളവ്? ഓപ്ഷൻ സി 80 സെൻറ്റിമീറ്റർ. ഒറ്റയാനെ കണ്ടെത്തുക. 8, 27, 64, 100, 125, 216, 343. ഒറ്റയാൻ 100 ആണ്. 57 2018 ജനുവരി 1 തിങ്കളാഴ്ച. 2022 ജനുവരി 1 ഏത് ദിവസം? ഓപ്ഷൻ സി ശനി. വിട്ടുപോയ സംഖ്യ കണ്ടെത്തുക. 3, 7, 16, 35, 74 ഓപ്ഷൻ 153. 59 പ്ലസ് എന്നത് ഇൻറ്റുവിനെയും മൈനസ് എന്നത് ഡിവിഷനെയും ഇൻറ്റു എന്നത് മൈനസിനെയും ഡിവിഷൻ എന്നത് പ്ലസിനെയും സൂചിപ്പിക്കുന്നുവെങ്കിൽ 25 കൂട്ടണം 5 ഡിവിഷൻ 900 - 90 × 100ൻ്റെ വില എത്ര? ഓപ്ഷൻ ബി 35. ഒരു പ്രത്യേക കോഡ് ഭാഷയിൽ ക്യാറ്റ് എന്നത് 9നെയും ഡീർ എന്നത് 11 കോഡ് ചെയ്യപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഈ കോഡ് ഭാഷയിൽ എലിഫന്റ് എന്നത് എങ്ങനെ രേഖപ്പെടുത്തും? ഓപ്ഷൻ ഡി 19. The quality of oranges dash not satisfactory. Answer A was 62. He dash 10 years of service by next March. Answer C will have been completing. 63. None of us played the game well. Option D did we. 64. If you had reached the venue at the right time, you dash the chief guest. Option A could have met. 65. Teacher could not beating the students for misbehavior. Option B keep from. 66. The correctly spelt word is option C memento. MEMENTO. 67. The court observed the agreement null and void.
Here, null and void means option B, invalid. Pick out the word for a person who does not believe in and is strongly against accepted ideas, traditions, images, etc. Option A, iconoclast. 69. Change into reported speech. He said, "Will you listen to such an advice?" Option D, he asked whether they would listen to such an advice. 70. Expand UPI. ഓപ്ഷൻ എ ആണ്, യൂണിഫൈഡ് പേയ്മെൻറ്റ് ഇൻ്റർഫേസ്. 71. അവൻ എന്ന പദം പിരിച്ചെഴുതുക. ഓപ്ഷൻ സി, ആ പ്ലസ് എൻ. ആദേശസന്ധിക്ക് ഉദാഹരണം ഓപ്ഷൻ ബി, വിൺ പ്ലസ് തലം, വിണ്ടലം. ആർക്കിടൈപ്പ് എന്നതിൻ്റെ മലയാളം ആദിപ്രരൂപം. 74. ചെല്ലം പെരുത്താൽ ചിതലരിക്കും എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അതിവാത്സല്യം, അപകടകാരി. 75. ഒറ്റപ്പദം കണ്ടെത്തി എഴുതുക. തീർച്ച. ആൻസർ ഡി, തരണം ചെയ്യാനുള്ള ഇച്ഛ. 76. ചുവടെ കൊടുത്തവയിൽ കൂട്ടത്തിൽ പെടാത്തതേത്? ഓപ്ഷൻ ഡി, ഉഗ്രം, അത്യുഗ്രം. 77. കുതിരയുടെ പര്യായമല്ലാത്തതേത്? ഓപ്ഷൻ എ, നഖചം. 78. കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തുക. ഓപ്ഷൻ എ, നായകൻ, നായകി. 79. പൂജക ബഹുവചനത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ ബി, വൈദ്യ. 80. കരണീ പ്രസവം എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഓപ്ഷൻ ഡി, അപൂർവമായ സംഭവം. 81. അബ്കാരി നിയമപ്രകാരം ഓപ്ഷൻ സി ആണ്, 23 വയസ്സ് തികഞ്ഞ ഒരു വ്യക്തി മദ്യം ഉപയോഗിക്കുന്നത് കുറ്റകരമല്ല. 82. ENAയുടെ പൂർണ്ണനാമം എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. ഓപ്ഷൻ ബി, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ, എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ. 83. NDPS നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ ഡി ആണ്, കേരളത്തിൽ കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. ഗേജിംഗ് എന്നത്? ഓപ്ഷൻ സി, ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് സൂക്ഷിക്കുന്ന പാത്രങ്ങളുടെ അളവ് കണക്കാക്കുന്നത്. 85. NDPS നിയമപ്രകാരം മജിസ്ട്രേറ്റിൻ്റെയോ ഗസ്റ്റഡ് ഉദ്യോഗസ്ഥൻ്റെയോ സാന്നിധ്യത്തിലല്ലാതെ മയക്കുമരുന്ന് കൈവശം വെച്ച് സൂക്ഷിച്ചിരിക്കുന്ന ഒരാളുടെ ദേഹപരിശോധന നടത്തുകയാണെങ്കിൽ ദേഹപരിശോധന കഴിഞ്ഞ് എത്ര മണിക്കൂറിനുള്ളിൽ ആയതിൻ്റെ റിപ്പോർട്ട് ദേഹപരിശോധന നടത്തിയ ഉദ്യോഗസ്ഥൻ തൻ്റെ തൊട്ടുമുകളിലുള്ള ഉദ്യോഗസ്ഥന് നൽകണം. ഓപ്ഷൻ ബി, 72 മണിക്കൂർ. 86. അബ്കാരി നിയമപ്രകാരം ഒരു വ്യക്തിക്ക് എത്ര ലിറ്റർ ചാരായം കൈവശം വയ്ക്കാം? 86 ഡി, ചാരായം കൈവശം വയ്ക്കുന്നത് കുറ്റകരമാണ്. 87. ഒരാൾ തൻ്റെ സുഹൃത്തിൻ്റെ ജന്മദിനത്തിന് അംഗീകൃത മദ്യഷോപ്പിൽ നിന്നും ഒരു കുപ്പി മദ്യം വാങ്ങി സുഹൃത്തിന് സമ്മാനമായി നൽകി. അബ്കാരി നിയമപ്രകാരം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന? ഓപ്ഷൻ സി, 3ഉം 4ഉം മാത്രമാണ്. മദ്യം സമ്മാനമായി നൽകാൻ പാടില്ല. മദ്യം സമ്മാനമായി നൽകിയ ആളുടെ പേരിൽ കേസെടുക്കാം. 88. കേരളത്തിൽ മദ്യഷോപ്പുകൾ അടിച്ചിടുന്ന ദിവസം? ഓപ്ഷൻ എ ആണ് ശരി, മുകളിൽ പറഞ്ഞവയെല്ലാം. മഹാത്മാഗാന്ധി ജയന്തി ദിനം, മഹാത്മാഗാന്ധി ചരമദിനം, ശ്രീനാരായണ ഗുരു ജയന്തി ദിനം, ശ്രീനാരായണ ഗുരു സമാധി ദിനം. 89. ഡിസ്റ്റിലറികളിൽ സ്പിരിറ്റ് മറ്റ് സ്പിരിറ്റുമായി കലരുന്നതിന് അറിയപ്പെടുന്നത്? ഓപ്ഷൻ സി, ബ്ലെൻഡിങ്. 90. 1953 വിദേശമദ്യ ചട്ടപ്രകാരം എക്സൈസ് കമ്മീഷണർ അനുവദിക്കുന്ന സ്പെഷ്യൽ ലൈസൻസായ FL6 ലൈസൻസിൻ്റെ നിലവിലെ ലൈസൻസ് ഫീസ് എത്രയാണ്? ഓപ്ഷൻ ബി, 50,000 രൂപ. കേരളത്തിൽ വിൽപ്പനയ്ക്ക് അനുവദീയമായ ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യമായ ജിൻ എന്ന മദ്യത്തിൽ അടങ്ങിയിരിക്കുന്ന ആൽക്കഹോളിൻ്റെ വീര്യം എത്രയാണ്? ഓപ്ഷൻ എ, 35 UP. 92. കേരളത്തിൽ മറ്റ് വിദേശ മദ്യ ലൈസൻസുകൾക്ക് വിദേശ മദ്യം മൊത്ത വിൽപ്പന ഹോൾസെയിൽ നടത്തുന്നതിനായി അനുവദിക്കുന്ന ലൈസൻസ് ഏതാണ്? ഓപ്ഷൻ ഡി, FL9 ലൈസൻസ്. 53. COTPA ആക്ടിലെ ഏത് വകുപ്പ് പ്രകാരമാണ് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്? ഓപ്ഷൻ സി, വകുപ്പ് 4. 94. COTPA ആക്ട് പ്രകാരം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ നിർദ്ദിഷ്ട ദൂരപരിധിക്കുള്ളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നിരോധിച്ചിട്ടുണ്ട്. അപ്രകാരമുള്ള ദൂരപരിധി എത്രയാണ്? 100 യാർഡ്. 95. ഇന്ത്യയിൽ പുകയില ഉൽപ്പന്നം വാങ്ങുന്നതിന് കുറഞ്ഞ പ്രായപരിധി എത്രയാണ്? ഓപ്ഷൻ ഡി, 18 വയസ്സ്. കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ലഹരി വർജന മിഷൻ ആയ വിമുക്തി മിഷന്റെ ഗവേണിംഗ് ബോഡിയുടെ ചെയർമാൻ? ഓപ്ഷൻ എ, മുഖ്യമന്ത്രി. വിമുക്തി മിഷന്റെ സൗജന്യ കൗൺസിലിംഗിന് ഏർപ്പെടുത്തിയ ടോൾ ഫ്രീ നമ്പർ എന്താണ്? ഓപ്ഷൻ സി, 14,405. 98. കേരള സംസ്ഥാന സർക്കാർ ലഹരി വർജന മിഷനായ വിമുക്തി രൂപീകരിച്ച വർഷം? ഓപ്ഷൻ ബി, 2016. 99. 2000 വിവരാവകാശ നിയമപ്രകാരം ഒരു വ്യക്തിയെ സമ്മതമില്ലാതെ അയാളുടെ സ്വകാര്യ മേഖലയുടെ ചിത്രം മനഃപൂർവ്വമോ ബോധപൂർവമോ പകർത്തുകയോ പ്രസിദ്ധീകരിക്കുകയോ പ്രേഷണം ചെയ്യുകയോ ചെയ്താൽ ലഭിക്കാവുന്ന ശിക്ഷ ഏത്? ഓപ്ഷൻ എ, 3 വർഷം വരെ തടവോ 2 ലക്ഷം രൂപ പിഴയോ രണ്ടും കൂടിയോ. 100. 2000 വിവര സാങ്കേതിക വിദ്യ നിയമപ്രകാരം ഒരാൾ മറ്റേതെങ്കിലും വ്യക്തിയുടെ ഇലക്ട്രോണിക് ഒപ്പ്, പാസ്വേഡ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അന്യമായ തിരിച്ചറിയൽ സവിശേഷത വഞ്ചനപരമായോ സത്യസന്ധതയില്ലാതെയോ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കാവുന്ന ശിക്ഷ?
ഓപ്ഷൻ സി 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ വരെ പിഴയും. താങ്ക് യു ഫ്രണ്ട്സ്.